റിപ്പബ്ലിക്കിൻ്റെയുമായിട്ടുള്ള നമ്മുടെ മഹത്തായ സെമിനാർ ആരംഭിക്കുകയാണ്. നമ്മുടെ സെമിനാർ വളരെ പെട്ടെന്ന് അവസാനിച്ച് നമ്മളുടെയൊക്കെ പരിപാടികളിലേക്ക് നമ്മുടെ ഈ പരിപാടി ആരംഭിക്കും. എല്ലാവരും നിശബ്ദത പാലിക്കണം. നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. നമ്മുടെ ജമാഅത്തിന്റെ പ്രിയപ്പെട്ട നായകരാണ് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലാ ഹദറത്തി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكفي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. أوصل اللهم ثواب قراءتنا وبركة دعائنا واستغفارنا وصلواتنا ونعمنا إلى حضرة سيدنا محمد ثم إلى حضرات جميع الأنبياء والأولياء والعلماء والعظماء والشهداء والصالحين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وجاها على جاههم وكرامة على كراماتهم لديك. اللهم إنا نسألك بحقهم وبفضلهم يسر عسيرنا. اللهم سهل أمورنا. اللهم فرج همومنا. اللهم اصلح أحوالنا. اللهم بارك لنا في كل أمورنا لا سيما في مجلسنا هذا بركة وراحة ورحمة وسلامة. അർഹമർ റഹീമായ അല്ലാഹ്, കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂട്ടം നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും അല്ലാഹുവേ, പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നുമൊക്കെ അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്തെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹത്തായ ഭരണഘടന നിലവിൽ വന്ന സുന്ദരമായ ദിനമാണ് അല്ലാഹുവേ. ഞങ്ങളെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് ഈ മഹത്തായ ഭരണഘടനയാണ് റബ്ബേ. അല്ലാഹുവേ, അതിനൊരു പോരൽ പോലും ഏൽക്കാതെ അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ ഈ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയെ നീ നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, അതിൽ കൈവെക്കുന്ന ചിദ്രശക്തികളെയൊക്കെ അല്ലാഹുവേ നീ നിഷ്പ്രഭമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ നിഷ്പ്രഭമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ നിഷ്പ്രഭമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വർഗീയവാദികളിൽ നിന്നും ഫാസിസത്തിന്റെ വക്താക്കളിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനി മതമുള്ളവരും മതമില്ലാത്തവരും ഐക്യത്തോടെ സന്തോഷത്തോടെ ഒരുമയോടെ സ്വരുമയോടെ ജീവിക്കുന്ന രാജ്യമാക്കി അല്ലാഹുവേ ഞങ്ങളുടെ രാജ്യത്തെ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ നിലനിർത്തി തരണേ തമ്പുരാനെ. വർഗീയതയ്ക്ക് ഒരു സ്ഥാനവും നൽകല്ല തമ്പുരാനെ. ജാതീയതയൊക്കെ നീ അവസാനിപ്പിക്കണേ തമ്പുരാനെ. സന്തോഷത്തിലും ഐക്യത്തിലും ഞങ്ങളുടെ രാജ്യത്തെ നീ നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ നിലനിർത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ രാജ്യത്തിന്റെ ഹൃദയമാണ് ബഹുസ്വരതയും മതേതരത്വവും. അല്ലാഹുവേ, അതൊക്കെ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. അതിനെയൊക്കെ മാനിക്കുന്ന ഭരണകർത്താക്കളായി ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭരണകർത്താക്കളെ നീ മാറ്റി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്തിന് നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ രാജ്യത്തിന്റെ തൊഴിൽ മേഖലയിലും
കാർഷിക മേഖലയിലുമൊക്കെ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ, അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ നെറുകയിൽ ഉന്നതിയിൽ ഞങ്ങളുടെ രാജ്യത്തെ എപ്പോഴും നീ നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, നിലനിർത്തണേ തമ്പുരാനെ. ലോകരാജ്യങ്ങളുടെ മുന്നിൽ നല്ല പ്രൗഢിയോടെ ശോഭയോടെ എന്നും നിലനിൽക്കാൻ ഞങ്ങളുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തിന് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നല്ല ശോഭന ഭാവി നൽകണേ തമ്പുരാനെ. പഠിക്കാൻ നല്ല മെടുക്കും കഴിവും ബുദ്ധിയും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹല്ലത്തിന് നീ ഐക്യം നൽകണേ തമ്പുരാനെ. സന്തോഷം നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കബറടക്കിയവർ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. അവരുടെ ഖബറുകളിൽ നീ സന്തോഷം നൽകണേ തമ്പുരാനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ദീർഘകാലം അല്ലാഹുവേ നിന്റെ ദീനിനു വേണ്ടി വളരെ ആരോഗ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാനുള്ള കരുത്തും അറിവും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ഈ മഹത്തായ മഹല്ലിന്റെ പ്രിയപ്പെട്ട നായകർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ മഹത്തായ ചടങ്ങിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ മഹത്തായ ജമാഅത്തിന്റെ സെക്രട്ടറി മുഹമ്മദ് സാറിനെ ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് ജമാഅത്ത് ഭാരവാഹികൾ, വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം ആഘോഷത്തിൻ്റെ ഭാഗമായാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. വിശാലമായ പ്രഭാഷണം നടത്തുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ജമാഅത്ത് സെക്രട്ടറി മുഹമ്മദ് ജസാറിനെ ഈ വേദിയിലേക്ക് സദസ്യം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അസ്ലം സാറാണ്. അദ്ദേഹത്തെയും സദസ്യം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് ഉദ്ബോധനം നടത്താൻ നമ്മുടെ ഈ ജമാഅത്തെ ഇമാം ബഹുമാനപ്പെട്ട അയ്യൂബ് ഖാൻ നഖ്വി അവറുകളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അയ്യൂബ് സിറാജുൽ സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി വീക്ഷിക്കാനുള്ള രക്ഷാകർത്താക്കൾ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യം extend your hands for the pledge. India is my country. All Indians are my brothers and sisters. I love my country. And I am proud of its rich and very heritage. I shall always strive to be worthy of it. I
I shall be my parents, teachers, and all elders, respect, and treat everyone with courtesy. To my country and my people, I pledge my devotion. India will be and prosperity along lies my happiness. Jai Hind. Assalamualaikum warahmatullahi wabarakatuh. Good morning everyone, respected teachers, parents and all my dear friends. First of all, I wish you a very happy Republic Day. Today is 26th January and we are celebrating the 76th Republic Day of our country. Republic Day is a national festival of India. It is a very important day for us. On this day in 1950, the Constitution of India came in force. The Constitution of India is the supreme law of India. Dr. Ambedkar is the father of our Constitution. We should respect our Constitution. Our freedom fighters fought continuously against the British. So, can we never forget their dedication to our country? We should salute them on such great occasions by remembering them. Republic Day makes us realize the importance of democracy. It teaches us to live in peace and unity. So let us pledge that we will make our country the best country in the world. I am proud to be an Indian and I love my country. Again, I wish you happy Republic Day. Thank you, Jai Hind. Assalamualaikum warahmatullahi wabarakatuh. ബഹുമാനപ്പെട്ട ജമാഅത്ത് പ്രസിഡന്റ്, നമ്മുടെ ജമാഅത്തിലെ മുഖ്യ ഇമാം, ജമാഅത്ത് വൈസ് പ്രസിഡന്റ്, മറ്റ് ഔദ്യോഗിക ഭാരവാഹികളെ, രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനാണ്. ഇപ്രാവശ്യത്തെ ഈ റിപ്പബ്ലിക് ദിനത്തിന് ഏറെ പ്രസക്തിയാണുള്ളത്. 1950 ജനുവരി 26 നമ്മളുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ റിപ്പബ്ലിക് ആശയത്തിന് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ ഈ ഭരണഘടന രൂപം കൊടുക്കുകയും അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തതാണ് 1950 ജനുവരി 26. അപ്പോ നമ്മുടെ രാഷ്ട്രത്തിന് ദേശീയ ആഘോഷമായിട്ടുള്ളത് 2 ദിനങ്ങളാണ്. ഒന്ന് ആഗസ്റ്റ് 15 ജനുവരി 26. ഇത് രണ്ടും വ്യത്യസ്തമായി ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് ചോദിക്കാം. 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. അതിന് ഇതേപോലെ ഒരു ചട്ടക്കൂട് ഉണ്ടായിരുന്നില്ല. ഈ ചട്ടക്കൂട് ഉണ്ടാക്കുന്നതിന് എടുത്ത സമയമാണ് 2.5 വർഷം. എന്ന് പറഞ്ഞാൽ 1947 ആഗസ്റ്റ് 15 തുടക്കം കുറിച്ച് 1950 ജനുവരി 26 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന ഒരു മഹാ ആശയത്തിന് രൂപഭാവം നൽകിയതാണ് ആ കാലതാമസം. അല്ലെങ്കിൽ പിന്നെ ഇത് രണ്ടിന്റെയും പ്രസക്തി എന്തുവാ? 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയാന്ന് ആ ഒരു ഒറ്റ ദിവസം മാത്രം ഇത് ആഘോഷിച്ച പോലെയായിരുന്നു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നതെന്നുള്ളതിന്റെ ആ വ്യത്യാസം ഞാൻ പറഞ്ഞത്. 1947 നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ ഒരു രൂപഭാവം ഇല്ലായിരുന്നില്ല. നാട്ടുരാജാക്കന്മാരവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനെല്ലാം ഒരു എന്താ പറയുക, ഒരു ഫ്രെയിംവർക്കിൽ കൊണ്ടുവരികയും ഈ ഒരു മഹത്തായ ഒരു രാജ്യമാക്കുകയും ചെയ്ത് അതിലൊരു നിയമസംഹിത
രൂപപ്പെടുത്തുകയും ചെയ്തതാണ് 1950 ജനുവരി 26 ഇതിന്റെ പ്രസക്തി നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കണം. നമ്മൾ അറിയേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ റിപ്പബ്ലിക് നേരിടുന്ന വെല്ലുവിളികളെയാണ്. നമ്മൾ നോക്കും, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിളിൽ തന്നെ പറയുന്നുണ്ട്, എന്താണ്? We the people of India solemnly resolve to constitute India as a sovereign, socialist, secular, democratic republic എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ആ ഇന്ത്യ എന്നുള്ള ആ കൺസെപ്റ്റാണ് വെച്ചിരിക്കുന്നത്. അത് ബ്രിട്ടീഷുകാരെന്നൊരു വാക്കാണ് ഇന്ത്യ എന്നുള്ളത്. 1757 മുതൽ 1947 വരെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ രൂപം കൊടുത്ത പേരാണ് ഈ ഇന്ത്യ എന്നുള്ളത്. പക്ഷെ അതിപ്പോ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന ഇന്ത്യ എന്നുള്ള വാക്ക് തന്നെ ഇന്ന് മാറ്റിമറിക്കുകയാണ്. എന്താ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള ഇന്ത്യ ആ കൺസെപ്റ്റ് മാറിയിട്ട് നമ്മളുടെ പുതിയ പാർലമെന്റിൽ തന്നെ എഴുതി ചേർക്കപ്പെടുകയാണ് ഭാരത് എന്നുള്ളത്. നമ്മളുടെ കേന്ദ്ര സർക്കാരിന്റെ ഓരോ നിയമങ്ങളിലും അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളിലെല്ലാം ഭാരത് എന്നുള്ള ഒരു വാക്കാണ് കടന്നു കൂടുന്നത്. ഇത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നേരെ കത്തിവയ്ക്കലാണ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള നടപടികൾ പലതരത്തിലും നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിലെ ഒരു പ്രതിഫലനം മാത്രമാണിത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ബോധവാന്മാരായിരിക്കണം, ഓരോ പൗരനും ബോധവാന്മാരായിരിക്കണം എന്നതാണ് എനിക്ക് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇത് മാത്രമല്ല ഉണ്ടായത്, പിന്നീട് നമ്മളെ ഭരണഘടനയിൽ സൂചിപ്പിക്കുന്ന എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സോളംലി എന്താ സാർവഭൗമത്വം ഇന്ത്യയെ തീരുമാനിക്കുന്നു. എന്താണ് തീരുമാനിക്കുന്നത്? സോവറിൻ പരമാധികാര, സോഷ്യലിസ്റ്റ്, സെക്കുലർ മതേതര, ഡെമോക്രാറ്റ് ജനാധിപത്യ ഭരണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്നെന്താ സർക്കാർ ചെയ്തത്? പുതിയ ബില്ല് കൊണ്ടുവന്നിട്ട് നമ്മുടെ ആ പേര് മാറ്റിയാണ്. ഏതാ മാറ്റിയത്? സോഷ്യലിസവും എടുത്തു കളഞ്ഞു, പിന്നീട് എന്താ? സെക്കുലറിസവും എടുത്തു കളയാം. പക്ഷെ നമുക്ക് കാവൽക്കാരായിട്ട് വന്നത് നിങ്ങൾ ആരാ? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി പറയുന്നത് അത് നിലനിർത്തുകയില്ല. അതുകൊണ്ട് ഇവര് ഈ കുൽസിത ബുദ്ധിക്കാര് പിൻവാങ്ങി കഴിഞ്ഞു. പക്ഷേ എന്നാൽ മറ്റു മാർഗങ്ങളിലൂടെ ഇത് വീണ്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന ആ പ്രൊട്ടക്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടി പലതരത്തിലുള്ള അധമ പ്രവർത്തനങ്ങൾ ഈ പല ഭാഗങ്ങളിൽ നിന്നും നടന്നു വരുന്നുണ്ട്. അതിൽ നമ്മൾ കൂടുതൽ ബോധവാന്മാരായിരിക്കണം എന്ന ഒരു ആഹ്വാനിച്ചതുകൊണ്ട് എല്ലാവർക്കും 76ാമത് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ജമാഅത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ചീഫ് ഇമാം അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജമാഅത്തിന്റെ ഭാരവാഹികളെ, മദ്രസ കൺവീനർ, പ്രിയങ്കരായ മുഅല്ലിമീങ്ങൾ, രക്ഷകർത്താക്കൾ, അതോടൊപ്പം തന്നെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കൊച്ചുമക്കളെ, നമ്മളെല്ലാ വർഷവും രണ്ട് മൂന്ന് ദിനങ്ങള് വളരെ ആവേശത്തോടെ ഈ മദ്രസ ഹാളില് ആഘോഷിക്കാറുണ്ട്. ഒന്ന് നമ്മുടെ പുന്നാരനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം എന്ന നിമിഷമാണ്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനം,
അതുപോലെ തന്നെ ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിനം. ഈ ദിനങ്ങളെല്ലാം നിങ്ങൾക്ക് കേട്ട് സുപരിതമായിട്ടുള്ള ദിനങ്ങളാണ്. പക്ഷെ അതിന്റെ പ്രാധാന്യം പലപ്പോഴും കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ആ ദിനങ്ങളുടെ പ്രാധാന്യവും ആ ദിനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യവും ഒക്കെ കുഞ്ഞുങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനാണ് ഈ സുപ്രഭാതത്തിൽ പുസ്തകന്മാർ അല്ല സ്കൂളിലെ അധ്യാപകരും ഒക്കെ നിങ്ങളെ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യ ദിനം എന്ന ദിനമാണ്. ശരിക്കും അത് നിങ്ങളും നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളും നിങ്ങളെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്, ജന്മദിനം സ്കൂൾ കുട്ടായിക്കോളും അല്ലേ? നാം ജനിച്ചു വളർന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു ജന്മദിനമാണ് ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനം. എല്ലാവരും ജന്മദിനം ഇഷ്ടപ്പെടുന്നതല്ലേ? ജന്മദിനം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവും? ഉണ്ടെങ്കിൽ കൈവയ്ക്ക് ആരുമില്ല അല്ലേ? അപ്പം നമ്മുടെ രാജ്യത്തിന്റെ ജന്മദിനം ആഘോഷിക്കപ്പെടുന്നത് ഓഗസ്റ്റ് 15 കാരണം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായത്. സ്വതന്ത്രം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള പദങ്ങളുടെ അർത്ഥം നിങ്ങൾക്കറിയാം. ബന്ധനങ്ങളിൽ നിന്നുള്ള വിമുക്തി എന്നാണ് സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം. എന്താണ് ബന്ധനങ്ങളിൽ നിന്നുള്ള വിമുക്തി അല്ലേ? അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 15 മുമ്പ് നമ്മൾ ബന്ധിതരായിരുന്നു അല്ലേ? ബന്ധിതരായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെയോ നിയന്ത്രണത്തിലായിരുന്നു. നമ്മളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം ഒരിക്കലും അല്ലാഹുവിന്റെ അല്ലാതെ മറ്റ് ബാഹ്യശക്തികളുടെ കീഴിൽ ഒരു ബന്ധനസ്ഥരാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ 1947 മുമ്പ് വിദേശ രാഷ്ട്രങ്ങളിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും അത് ബ്രിട്ടീഷുകാരും ഒക്കെ നമ്മളെ അടക്കി ഭരിച്ച് നമുക്ക് സ്വാതന്ത്ര്യമില്ലാതെ നമ്മളെ ബന്ധനസ്ഥരാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പ്രദേശത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കാനാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുവാനോ, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് രാജ്യത്ത് വിരാജിക്കുവാനോ ഒന്നും അവസരമില്ലാതെ വിദേശീയർ പറയുന്ന അനുസരിച്ച് വിദേശീയരുടെ ഭരണത്തിന് കീഴിലാണ് നമ്മൾ കഴിഞ്ഞു വന്നത്. കാരണം ആ കൈപ്പേറിയ ദിനങ്ങളൊന്നും എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. നിങ്ങളെ വാപ്പമാർക്കും ഒരുപക്ഷെ അറിയാൻ പാടില്ല. എനിക്ക് പോലും ഞാൻ പോലും അനുഭവിച്ചില്ല. കാരണം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പുപ്പാവുണ്ടായ കാലഘട്ടമായിരുന്നത്. ആ അസ്വാതന്ത്ര്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രകാശരശ്മി ആസ്വദിക്കാൻ പറ്റിയത് ഒരുപാട് ദേശീയ നേതാക്കന്മാര് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. അത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് നേതാക്കന്മാർ, അവരുടെ പേരുകളൊക്കെ പറയാനുള്ള സമയമില്ല, അവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഒരു അഹോരാത്രം കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് നാം ഇന്ന് ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമാണ്. ഈ സ്വാതന്ത്ര്യം ലഭ്യമായതിനു ശേഷവും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഭരണഘടന എങ്ങനെ ഈ രാജ്യത്തെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഭരണഘടനയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ പ്രാദേശികമായ ഭരണകൂടങ്ങളെയൊക്കെ ഏകോപിപ്പിച്ചു കൊണ്ടുവന്ന് ഒരു കുടക്കീഴിൽ രാജ്യത്തെ കൊണ്ടുവരുവാനുള്ള ഒരു സംവിധാനം പെട്ടെന്ന് നമുക്കുണ്ടായില്ല. 1947 ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യമായതിനു ശേഷം ഏകദേശം 2 വർഷവും 5 മാസവും ഏതാണ്ട് 14 ദിവസവും കൊണ്ടാണ് നമുക്ക് ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കി എല്ലാ നമ്മൾ സെക്രട്ടറി പ്രസിഡന്റുകളെ നാട്ടുരാജാക്കന്മാരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു റിപ്പബ്ലിക്കായി പരമാധികാര രാഷ്ട്രമായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മാറ്റം കഴിഞ്ഞു. അത് 1950 ജനുവരി 26 ഇന്ന് 75 വർഷം തികയാണ്. അന്ന് ജീവിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് 75 വർഷം പൂർത്തിയാണ്. നമ്മൾ ആ മഹത്തായ ഭരണഘടന
നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ ഹദീസ് കഴിഞ്ഞാൽ നാം നെഞ്ചോട് ചേർക്കേണ്ട ഏറ്റവും ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ഒരു ഗ്രന്ഥം നമ്മുടെ ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടന ലക്ഷ്യം തന്നെ പ്രജകളുടെ ഉന്നമനം പ്രധാനമായി കണ്ടുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു ഭരണഘടനയാണ്. ഡോക്ടർ A.R. അംബേദ്കർ എന്ന് പറയുന്ന ദളിതനായ അന്ന് താണജാതിക്കാർ എന്ന് കരുതി സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് തള്ളി നീക്കിക്കൊണ്ടിരുന്ന ഒരു വിഭാഗം, ദളിത് വിഭാഗം. ആ ദളിതിന്റെ ഒരു നേതാവാണ് ഡോക്ടർ അംബേദ്കർ. അദ്ദേഹമാണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പി. അപ്പൊ നമ്മൾ ഈ ദിനങ്ങൾ നമ്മൾ ആസ്വദിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആൻ ഹദീസ് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഒരു മറ്റൊരു കാര്യം പറയാൻ, നെഞ്ചിന്റെ വലതുഭാഗത്ത് പരിശുദ്ധ ഖുർആനാണെങ്കിൽ ഇടതുഭാഗത്ത് നാം നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട മഹത്തായ ഒരു ഗ്രന്ഥമാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനയിൽ നമ്മുടെ സെക്രട്ടറി ഉസ്താദത്തോട് സൂചിപ്പിച്ചതുപോലെ എല്ലാ പ്രജകൾക്കും ഒരേപോലെയുള്ള സ്വാതന്ത്ര്യം, ഒരേപോലെയുള്ള അവകാശങ്ങൾ, ഇതൊക്കെ ജാതിമത ഭേദമന്യേ സമ്മതിച്ചു കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ലോകത്തിൽ തന്നെ ഇത്രയും നല്ല ഒരു ജനാധിപത്യ ഭരണഘടന ഇല്ല എന്നാണ് ലോക രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ആ ഭരണഘടനയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. മതേതരത്വം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഏത് മതവും സ്വീകരിക്കാനും ഇന്ത്യയിൽ ഏത് മതക്കാർക്കും ഒരുപോലെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും അവനവൻ ഇഷ്ടപ്പെടുന്ന മതമനുസരിച്ച് ജീവിക്കാനും അവനവന്റെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം, അതാണ് മതേതരത്വം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നേതാക്കളെ ഇലക്ഷനിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ ഭരണകർത്താക്കളായി നിശ്ചയിക്കാനുള്ള ഒരു അവകാശം, അതാണ് ജനാധിപത്യം. സോഷ്യലിസം, സെക്രട്ടറിയുടെ പറഞ്ഞു, സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഒരു അവകാശ നിഷേധമില്ലാതെ തുല്യമായ അവകാശം. ഇത് മൂന്നുമാണ് നമ്മുടെ ഭരണഘടനയുടെ ആ താലിമാലയിൽ 3 തിളങ്ങുന്ന പതക്കങ്ങൾ എന്ന് പറയാം. ആ 3 തിളങ്ങുന്ന പതക്കങ്ങൾക്ക് മംഗലേൽപ്പിക്കാൻ നമ്മൾ സെക്രട്ടറിയോട് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ചില ബൂർഷ്വാ ശക്തികൾ വളരെ പണിപ്പെട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരുപാട് ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഞങ്ങളൊക്കെ പ്രായാധിക്യമാണ്. ഞങ്ങളൊക്കെ കാലഘട്ടം കഴിഞ്ഞാൽ നിങ്ങളൊക്കെയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പൗരന്മാരായി വളർന്നു വരുന്നത്. അപ്പൊ ഇന്ത്യ മഹാരാജ്യത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും പുലരാൻ അവസരം ലഭിച്ചില്ല എങ്കിൽ നിങ്ങളൊക്കെ മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടപൊരുതേണ്ട യോദ്ധാക്കളായി ചിലപ്പോൾ മാറേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. അങ്ങനെ വരികയാണെങ്കിൽ അതിനും തയ്യാറെടുക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിലൂടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ പൂർവികരായ സത്യവിശ്വാസികളായ മുസ്ലിം നേതാക്കന്മാരൊക്കെ തന്നെ ഒരു പരിധിയിൽ പറയുകയാണ്, ഒരു പരിധി വരെ മറ്റ് സമുദായ നേതാക്കന്മാരെക്കാൾ ഒക്കെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജന്മാവകാശമാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് രംഗത്ത് വന്നവരാണ്. അത് ഒരുപാട് മഹനീയതകളുണ്ട്. അതിന്റെ ചരിത്രമുള്ള സമയങ്ങളായിരുന്നു. അപ്പൊ ആ പാരമ്പര്യം നമ്മൾ ഉൾക്കൊള്ളുകയും ഇന്ന് ഈ മഹത്തായ ഭരണഘടനയ്ക്ക് മാറ്റം വരുത്തി നമ്മുടെ നേതൃത്വം ഇല്ലാതെ ചെയ്യാൻ കച്ചകെട്ടി നിൽക്കുന്ന ഫാസിസ്റ്റ് ശക്തികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ മണത്തറിഞ്ഞ് നമ്മുടെ മഹത്തായ വോട്ടിംഗ് പവർ ഉപയോഗിച്ച് അവരുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് ആ ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള ഒരു പ്രതിജ്ഞ നിങ്ങളെല്ലാവരും ഇന്നെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് സ്വാതന്ത്ര്യ ചരിത്രത്തിലേക്ക് ഒന്ന് കൂടുതൽ പോയി നിങ്ങൾ വിഷമിപ്പിക്കുന്നില്ല. ഇന്ന് സ്കൂളുകൾ പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട്. അതുപോലെ ഇനി നമ്മുടെ ഭാരവാഹികളും ഉസ്താദന്മാരൊക്കെ ഈ വിഷയത്തിൽ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് മഹത്തായ ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാൻ നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നതാണ്. ഏതാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം?
നമുക്കൊരു കാര്യം നേടിയെടുക്കണമെന്ന് നമുക്കുള്ള ഏറ്റവും വലിയ മാർഗം ഏതാണ്? ആർക്ക് പറയാം? നമുക്കൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ എന്താ സംസാരം ബാങ്കിൽ ഇവിടുത്തെ പിന്നെ ഇംഗ്ലീഷിൽ പ്രസംഗമൊക്കെ നടത്തിയ കുട്ടികളൊക്കെ ഇരിക്കണം, സംസാരിച്ചോണ്ടിരിക്കുക. നമുക്കൊരു കാര്യം നേടിയെടുക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം ഏതാണ്? ഒരാളെ പറഞ്ഞു ഏറ്റവും ഉത്തമമായ മാർഗം ഒരു കാര്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഏറ്റവും ഉത്തമമായ മാർഗം ഏതാണ്? ആരോട് പറയുക? നമ്മുടെ പ്രധാനത്തോട് പറഞ്ഞ് നേടിയെടുക്കുക എന്നാണോ? അല്ല. ആണോ? അല്ല. പ്രധാനമന്ത്രി കഴിയില്ല. പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞാൽ നടക്കുവോ? നടക്കുവോ? ഇല്ല. നമ്മുടെ ഉസ്താദിനോട് പറഞ്ഞാൽ നടക്കുവോ? ഇല്ല. എന്നോട് പറഞ്ഞാൽ നടക്കുവോ? ഇല്ല. പിന്നെ ആരോട് പറഞ്ഞാൽ നടക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞാൽ നടക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാൻ ആരോട് പറയണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയണം. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സുബഹി നമസ്കാരത്തിന് ശേഷം ദിക്റൊക്കെ കൊടുത്താൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും നമുക്കും ഒക്കെ വേണ്ടി ദ്വാ ചെയ്ത് കൊടുത്ത് എന്തുകൂടെ ദ്വാ ചെയ്യണം? സർവശക്തനായ നാഥ, ഈ പരിപാലനമായ ഞങ്ങളുടെ മതേതരത്വം സംരക്ഷിക്കുന്ന നമ്മുടെ ഭരണഘടനയെ തച്ചുടയ്ക്കാനുള്ള കുൽസിത ശക്തികളുടെ ശത്രുക്കളുടെ ഏത് നീക്കത്തെയും നീ പരാജയപ്പെടുത്തി തന്നെ റബ്ബിലാലമീനായി തമ്പുരാനെന്ന് എല്ലാവരും രാവിലെ മനസ്സുകൊണ്ട് ദ്വാ ചെയ്യണം. എല്ലാം ദ്വാ ചെയ്തല്ലോ. ആ ദ്വാ മാത്രമേ നമുക്ക് ആയുധമായിട്ടുള്ളൂ. ആ ദ്വാ നമ്മള് പുസ്തകമൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളോട് ദ്വാ ചെയ്യും പള്ളിയിൽ. ആ ദ്വായുടെ പരിണതഫലമാണ് ഇന്ന് ആ കുൽസിത ശക്തികൾക്ക് യഥേഷ്ടം വിരാജിക്കാതിരിക്കുവാനുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു പ്രതിപക്ഷ മുന്നണി നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ആ പ്രതിപക്ഷ മുന്നണി കൂടുതൽ ശക്തി പ്രാപിക്കാനും ഈ കുൽസിത ശക്തികളെ, ഈ ഫാസിസ്റ്റുകളെ പാട്ടുപഠിക്കാനുള്ള കരുത്ത് അവർക്ക് ഉണ്ടാകുവാൻ നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. ചെയ്യട്ടെ എന്ന് മാത്രം ഈ സ്ഥലത്തിൽ ചെയ്തുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ യോഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടനത്തെ പ്രഖ്യാപിക്കുന്നു. അടുത്ത മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് സിറാജ് സാഹിബിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ഉമ്മാദിന്റെ പ്രസിഡന്റ്, ബഹുമാനായ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഉമ്മാദിന്റെ നേതാക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും ഒക്കെ വളരെ സമുചിതമായ നമ്മൾ ആചരിക്കാറുണ്ട്. നമ്മുടെ ഈ പ്രദേശം ഒരു ഗ്രാമപ്രദേശമാണ്. റിപ്പബ്ലിക് ദിനവും അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവും ഒക്കെ സർക്കാർ തലത്തിലുള്ള സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ചില സാമൂഹിക സംഘടനകളുമൊക്കെ നടത്താറുണ്ടെങ്കിലും സാമുദായികപരമായി മതപരമായി മറ്റു മതങ്ങളിൽപ്പെട്ടവർ ഇതുപോലെ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുന്നതായി നമുക്കിതുവരെ മനസ്സിലാക്കുവാനായി സാധിച്ചിട്ടില്ല. അങ്ങനെ ഈ പരിപാടികൾ സജീവമായി നടത്തുന്നത് കണ്ടച്ചിറ ജമാഅത്ത് മദ്രസയിലാണ്. അതിന് ബഹുമാനപ്പെട്ട ഉസ്താദ് വന്നതിന് ശേഷമാണ് ഇത്തരം പരിപാടികളൊക്കെ ഇവിടെ ഇങ്ങനെ സംഘടിപ്പിക്കുവാണ്. ആ ഉസ്താദിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുന്നില്ല. നമ്മുടെ ഇന്നത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇന്ത്യയുടെ പൂർവ്വകാല ചരിത്രങ്ങളെ സംബന്ധിച്ചും ഗതകാല സംഭവങ്ങളെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയോട് സൂചിപ്പിക്കുകയും അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരവസ്ഥ കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെടുന്നതാണ്.
ഈ അടുത്ത ദിവസങ്ങളിലുള്ള പത്രങ്ങൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ദിനംപ്രതി കൊലപാതകങ്ങളും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് കടത്തലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ മുഖ്യ പേരുകൾ വരുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടേതാണ്. ഈ അടുത്ത ദിവസം മലബാറിൽ ഒരു ഉമ്മയെ, ഒരു മകൻ അതിദാരുണമായി കൊല ചെയ്തു. ആ ചെറുപ്പക്കാരൻ മയക്കുമരുന്നിന് അടിമയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധയോടുകൂടി ബാക്കി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും രാജ്യത്ത് അതൊക്കെ നേരിടാൻ തൻ്റെ ഒരു പ്രാപ്തിയുള്ള ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഈ മയക്കുമരുന്നിന് ലഹരിക്കും അടിമപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് അടിമപ്പെടുന്നതിന് ഏറ്റവും എളുപ്പമാണ്. അതൊന്ന് മിഠായിയുടെ രൂപത്തിലും മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളുടെ രൂപത്തിലുമൊക്കെ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ അതിന്റെ എല്ലാവരുടെ ശക്തികളോടും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്, അന്യരായ ആളുകൾ തരുന്ന മിഠായിയോ ഭക്ഷണങ്ങളോ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ അത് വളരെ സൂക്ഷ്മതയോടുകൂടി കഴിക്കുക എന്നുള്ളതാണ്. അത് കഴിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ഭരണകൂടത്തെ സംബന്ധിച്ചൊക്കെ ഇവിടെ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരി മരുന്നുകൾ അടിമപ്പെടുന്നു എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾ. അത് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവർക്ക് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തിരിച്ചറിയാൻ കഴിയാതാവുന്നു. അങ്ങനെയാണ് അതൊക്കെ ആളുകൾ ഈ വർഗീയതയിലേക്കുള്ള പ്രശ്നങ്ങളും അത് തന്നെയാണ്. രാജ്യത്ത് വർഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഈ മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടുന്ന ഒരു വിഭാഗം ആളുകളിൽ നിന്നുണ്ടാകുന്ന കാഴ്ചപ്പാടുകളിലൂടെയാണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കണം. അതിനെതിരായുള്ള എല്ലാ പരിപാടികളിലും സജീവമാകുകയും വേണം. എനിക്ക് ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനോടും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുവാനുള്ളത്, കഴിയുമെങ്കിൽ നമ്മുടെ കണ്ടച്ചിറ ജമാഅത്ത് മദ്രസയുടെ ആഭിമുഖ്യത്തിൽ ഒരു ദിവസം ഒരു ക്യാമ്പയിൻ, അത് ആ താമസം തന്നെ ഒരു ചെറിയ യോഗ സംഘടിപ്പിച്ചുകൊണ്ടില്ല, ലഹരിക്കും മയക്കുമരുന്നിനെതിരെയുള്ള ഒരു സെമിനാറോ അല്ലെങ്കിൽ ഒരു യോഗമോ സംഘടിപ്പിക്കണം. നമ്മുടെ കുട്ടികളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് പ്ലക്കാർഡുകളുമായി ഒരു ചെറിയ താമസം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ചെറിയ ഘോഷയാത്ര യാതൊരു നടത്തി നമ്മൾ ഈ രാജ്യത്ത് അതിനെല്ലാം എതിരാണ് എന്ന് വരുത്തുവാനുള്ള നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അറിയിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാകണം. അതിന് ബഹുമാനപ്പെട്ട ഉസ്താദ് നേതൃത്വം നൽകുന്നതാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാൻ ജമാഅത്ത് കമ്മിറ്റി സന്നദ്ധമാണ്. അത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ അതിന് വളരെ പ്രസക്തിയുണ്ട്. അത് നല്ല നമ്മളെ നടത്തുന്നെങ്കിൽ അതിന് നല്ല പബ്ലിസിറ്റിയും കിട്ടും. നമ്മുടെ ജമാഅത്തിന്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഗ്രാമപ്രദേശമായ ഈ പ്രദേശത്ത് നമ്മൾ മുന്നിട്ടിറങ്ങി എന്നുള്ളത് നമ്മുടെ ജമാഅത്തെ സംബന്ധിച്ചും നമ്മുടെ മദ്രസയെ സംബന്ധിച്ചും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല അഭിപ്രായം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുമെന്ന കാര്യത്തിൽ തട്ടമില്ല. അപ്പം ആ കാര്യത്തിൽ കൂടി ബഹുമാനപ്പെട്ട ഉസ്താദ് ഒന്ന് ശ്രദ്ധിച്ച് ഒരു ദിവസം ഒരു ക്യാമ്പയിൻ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വൈകുന്നേരത്തോ ഏതെങ്കിലും നമുക്ക് വൈകിട്ട് അവിടെ ഒരു പരിപാടി നടത്തി ആരെങ്കിലും ഒരാളിനെ കൊണ്ടുവന്ന ഒരു പ്രസംഗം നടത്തി നമ്മൾ ഈ രംഗത്ത് സജീവമായി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതിനു കൂടി ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഒരു തീരുമാനമെടുക്കണം. കൂടുതലായി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ പ്രാവശ്യവും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഏറ്റവും നല്ല ഉത്തമ വിദ്യാർത്ഥികളും പൗരന്മാരുമായി നമ്മുടെ ജമാഅത്തിലെ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ മക്കളും ആയി തീരുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായിട്ട് കുട്ടികളുടെ വിവിധ പരിപാടികൾ